നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. യുവതി കോടതി വളപ്പിൽ ഭർത്താവ് കഴുത്തെടുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ച വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. കൊല്ലം ആൽത്തറമൂട്ടിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ അടുത്തുള്ള റോഡിന് സമീപത്ത് വെച്ചാണ് യുവതിയെ ഭർത്താവ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കാവനാട് മുക്കാട് സ്വദേശി ബിൻസിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ ഭാര്യയായ റീനയ്ക്ക് കഴുത്തിലും കൈക്കും വയറിനൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. ബിൻസിയും റീനയും 2.5 വർഷക്കാലമായി വെവ്വേറെ താമസിക്കുകയാണ്. കുടുംബ പ്രശ്നത്തിൻ്റെ പേരിൽ ആയിരുന്നു സംഭവം. മത്സ്യത്തൊഴിലാളിയായ ബിൻസി പലപ്പോഴും മദ്യപിച്ചെത്തി റീനയെ മർദ്ദിക്കുകയും ആയിരുന്നു. മർദ്ദനം സഹിക്കാതായപ്പോൾ പോലീസിൽ പരാതി നൽകി. എന്തായാലും വലിയ ഒരു സംഭവം തന്നെയായിപ്പോയി. സംഗതി കോടതി വളപ്പിൽ തന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. എന്തായാലും റീന പറയുന്നു, കേട്ടിട്ട് വരാം. കോടതിയിൽ കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ കേസ് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന വഴിക്കാണ് അയാളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ഞാൻ എൻ്റെ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു മതിലിനോട് ചേർന്ന്. അപ്പം ഞാൻ വണ്ടി എടുക്കാനായിട്ട് എൻ്റെ കൂടെ ദീപിക ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റ്. അപ്പോൾ വണ്ടി എടുക്കാനായിട്ട് ചെന്ന സമയത്ത് പുള്ളിക്കാരൻ നടന്നു വന്നിട്ട് അറ്റാക്ക് ചെയ്യായിരുന്നു. പെട്ടെന്ന് കത്തിയെടുത്ത് കഴുത്തിന് നേർക്ക് വെക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് മുറിഞ്ഞു പോറൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തട്ടി മാറ്റിയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ കൈയെടുത്ത് കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് മതിലിനോട് ചേർത്ത് നിർത്തി വയറ്റത്ത് കുത്തു. ചെറുതായിട്ട് കൊണ്ടുപോളൂ. അപ്പോഴത്തേക്ക് ഞാൻ കയറി പിടിച്ചപ്പോഴാണ് കൈ മുറിഞ്ഞത്. ഞങ്ങൾ 2.5 വർഷമായിട്ട് സെപ്പറേറ്റഡ് ആണ്. അപ്പൊ അതിന്റെ സംബന്ധമായ കേസുകളുണ്ട്. അതിനിപ്പം കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. റിട്ടേൺ കംപ്ലൈന്റ് ഞാൻ കൊടുത്തിട്ടില്ല. അവര് കേസ് എടുക്കുകയായിരുന്നു. പിന്നെ എന്നോട് ചെന്ന് മൊഴി കൊടുത്താൽ മതിയെന്ന് ഓഫീസേഴ്സ്, ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ഓഫീസേഴ്സ് വന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചെന്ന് മൊഴി കൊടുത്തു. പിന്നെ തെളിവെടുപ്പ് ഉണ്ടായിരുന്നു. അവര് നല്ല രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കാരണം കൂടുതൽ അക്രമവാസനയാണ്. മദ്യപിച്ച് തന്നെ നമ്മൾ പറയാത്തതൊക്കെ പറഞ്ഞു എന്നും ചെയ്യാത്തതൊക്കെ ചെയ്തു എന്ന് തോന്നുന്നു. അപ്പൊ തന്നെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വന്നിട്ട് നമ്മൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് ഒരു പതിവാണ്. പിന്നെ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയായിരുന്നു. എന്ന് വെച്ചാൽ പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പൈസ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വീടുണ്ടായിരുന്നു, അത് വിറ്റിട്ട് പുള്ളിക്കാരൻ പുതിയൊരു പ്രോപ്പർട്ടി വാങ്ങിക്കാനായിട്ട് നോക്കി. ആ സമയത്ത് 10 ലക്ഷം രൂപ പുള്ളിയുടെ ബ്രദറാണ് വീട്ടിൽ വന്ന് സംസാരിച്ചത്. എന്തെങ്കിലും അമ്മയോട് ചോദിച്ചു. എനിക്കിപ്പോ കൊടുക്കാനൊന്നുമില്ല, എന്റെ വീട്ടുകാർക്കൊന്നുമില്ല. റീനുവിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ എന്ത് കൊടുക്കുമെന്ന് ചോദിച്ചു. 10 ലക്ഷം രൂപ കൊടുക്കാവുന്ന. അപ്പൊ അമ്മ സമ്മതിച്ചു. അപ്പൊ ആ ബ്രദർ പറഞ്ഞു 2 പേരുടെയും കൂടെ പേര് വീട്ടിൽ എഴുതിക്കാന്ന് പറഞ്ഞിട്ടാണ് അന്ന് സമ്മതിച്ചത്. പക്ഷേ ഈ പ്രോപ്പർട്ടി വാങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പേ പുള്ളിക്കാരൻ തന്നെ വന്നിട്ട് പറഞ്ഞു വീട്ടില് 2 പേരുടെയും കൂടെ പേരിൽ എഴുതാൻ പറ്റില്ല, അത് പുള്ളിക്കാരന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. പക്ഷേ വീട് വാങ്ങിക്കുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾക്ക് അതിന് എതിർപ്പില്ലായിരുന്നു. വീട് വാങ്ങിച്ചിട്ട് പുള്ളിക്കാരൻ പിന്നെ ഗൾഫിലേക്ക് തിരിച്ചുപോയി. ഞാൻ എൻ്റെ പേരൻസും ഞാനും കുട്ടികളുമായിട്ട് ആ വീട്ടിൽ താമസിച്ചു. കാരണം ഈ 10 ലക്ഷം രൂപ കൊടുത്തപ്പോൾ ഞാൻ താമസിച്ചിരുന്ന വീട് ഒറ്റയ്ക്ക് കൊടുത്തിട്ടാണ്, അതായത് എൻ്റെ പേരൻസിന്റെ വീട് ഒറ്റയ്ക്ക് കൊടുത്ത പൈസയും കൂടെ ചേർത്താണ് പുള്ളിക്കാരന് കൊടുത്തത്. ആദ്യം അവിടെ കത്തി വെച്ച്